സൗദി അറേബ്യയിലേക്ക് പോയ ചരക്ക് കപ്പലിനെ ഹൂത്തികൾ ആക്രമിച്ചു. സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് വലിയ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കിയ രാജ്യമാണ് ഇറാൻ. അതിനോടനുബന്ധിച്ച് തന്നെ ഹൂത്തികൾ. എന്നാൽ സൗദിയുടെ കപ്പലിനെ ആക്രമിക്കുന്നത് അപൂർവമാണ്. ആദ്യഘട്ടത്തിൽ ഇതുപോലുള്ള ഒരു ആക്രമണം നടന്നിരുന്നു. പിന്നെ അതിനുശേഷം സൗദിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കപ്പലും ആ പ്രദേശത്തേക്ക് പോയിട്ടില്ല, ആക്രമണം ഉണ്ടായിട്ടുമില്ല. ഹൂത്തികളുമായ രീതിയിൽ യുദ്ധത്തിന് തങ്ങൾ തയ്യാറല്ല എന്നുള്ളതും അമേരിക്ക ഹൂത്തികളുമായി യുദ്ധത്തിന് നിൽക്കരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത രാജ്യമാണ് സൗദി അറേബ്യ. ഇപ്പൊ സൗദി അറേബ്യയിലേക്ക് ദമാമ് വഴി പോയിക്കൊണ്ടിരിക്കുന്ന, ദമാമിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെയാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഹൂത്തികൾ ആക്രമിച്ചത്. പറയുന്ന കാര്യം, യമനിലെ ഹുദൈദ തുറമുഖത്ത് നിന്ന് 804 നോട്ടിക്കൽ മൈൽ അപ്പുറത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിനെയാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഹൂത്തികൾ ആക്രമിച്ചത്. വലിയ രീതിയിലുള്ള പരിക്കേറ്റിരിക്കുന്നു, വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിന്റെ വിവരങ്ങൾ ബ്രിട്ടീഷ് മാക്സി ടൈം സെക്യൂരിറ്റിയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അക്രമമാണ് ഉണ്ടായത്, അത് നടത്തിയത് ഹൂത്തികൾ തന്നെയാണ് എന്ന് ബ്രിട്ടൻ പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഹൂത്തികൾ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ അവിടുത്തെ കാലാവസ്ഥയും അന്തരീക്ഷമൊക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഹൂത്തികളാണ് പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുമാണ്. അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ സൗദി ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടാണ് ഈ കപ്പൽ വന്നത് എന്നോ സൗദിയുടെ അനുവാദത്തോടു കൂടിയാണ് ഇത് യാത്ര തുടങ്ങിയത് എന്നുള്ളത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പം അന്വേഷിച്ച് വരുന്നതിനുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതോടനുബന്ധിച്ച് ഏതെങ്കിലും ഉൾക്കടലിൽ മറ്റൊരു കപ്പലിനെ ആക്രമിച്ച വിവരങ്ങളും പുറത്തു വന്നു. ഇസ്രായേൽ തുറമുഖം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോർച്ചുഗീസ് കപ്പൽ പോയിക്കൊണ്ടിരുന്നത്. അതിനെയാണ് ആക്രമണം നടത്തിയത്. അതിലെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന വിവരം, ഹൂത്തികൾ ഇപ്പോഴും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സജീവമാണ്. അവരെ ഇല്ലാതാക്കാനോ പ്രതിരോധിക്കാനോ അമേരിക്കക്കോ ബ്രിട്ടനോ അവരുടെ നാവിക പടക്കോ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവർ തങ്ങൾ ഒതുക്കും, അവര് ഇനി ശക്തിയൊന്നും ഉണ്ടാവില്ല, അവർക്ക് വലിയ രീതിയിൽ ആക്രമണങ്ങൾ വരുത്തിയിരിക്കുന്നു, വലിയ സ്ഫോടനം നടത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ആ പറഞ്ഞ അവസാനിച്ച് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ കപ്പലിന് നേരെ വലിയ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോഴും സുരക്ഷിതമല്ലാത്ത ഒരു മേഖലയായി യഥാർത്ഥത്തിൽ ചെങ്കടൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ കൃത്യം. ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഏതൊരു കപ്പലിനും യഥാർത്ഥത്തിൽ യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അനുവാദമില്ലാത്ത രീതിയിൽ അതിർത്തിയിലൂടെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹൂത്തികൾ മുന്നോട്ട് ആദ്യഘട്ടത്തിൽ വെച്ച നിർദ്ദേശം. ഓരോരോ രാജ്യത്തിന്റെയും കടൽ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ അതിർത്തി ഭാഗങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ കേന്ദ്രത്തിലേക്ക്, അവരുടെ ദേശത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. എല്ലാ രാജ്യവും അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന കടൽ അവരുടെ കടലായിട്ടാണ് കാണുന്നത്. അതിന് സമാനം തന്നെയാണ് യമന്റെ അതിർത്തിയായിട്ട് പങ്കിടുന്ന ചെങ്കടൽ അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതിലൂടെ പോകുന്ന കപ്പലിനെ കുറിച്ചും ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരം ഹൂത്തികൾക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അത് നൽകാത്ത കപ്പലിനെ മാത്രമാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് അവർ പറയുന്ന ന്യായീകരണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഇസ്രായേലിലേക്ക് എന്തെങ്കിലും ചരക്ക് കപ്പലുകളൊക്കെ പോകുന്ന കപ്പലിനെയാണ് സാധാരണ ഇതിൽ ആക്രമിക്കാറുള്ളത്. എന്നാൽ ചില കപ്പലുകൾ ഇപ്പോൾ സൗദി അറേബ്യയുടെ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അത് രണ്ടാമതായിട്ട് പൊന്തി വന്നത്. സൗദി അറേബ്യയിലേക്ക് പോകുന്ന കപ്പൽ എന്തിനെ ആക്രമിച്ചു എന്ന ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ, അതിന് ഔദ്യോഗികതൊന്നുമില്ല, അഭിപ്രായം മാത്രമാണ്. അവർ പറയുന്നത് അവരോട് ഈ കപ്പലിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചിട്ട് വിവരം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. തങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ അന്വേഷിക്കാറുണ്ട്. അന്വേഷണത്തിനനുസരിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ അവർ തരാറുണ്ട്. എന്നാൽ ഈ കപ്പലിൽ നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് നിർത്തിയിട്ടില്ല, വിവരങ്ങൾ തരാൻ വേണ്ടി പറഞ്ഞിട്ട് തന്നിട്ടില്ല. അതിനോടനുബന്ധിച്ചാണ് ആക്രമണം നടത്തിയത് എന്ന തരത്തിലാണ് ഒരു അംഗീകാരമില്ലാത്ത തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധ സംവിധാനത്തെക്കുറിച്ചോ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചോ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇപ്പോഴും ലോകത്തിലില്ല. എന്ന് വെച്ചാൽ അവർ വളരെ ശക്തമാണ്. അവർ ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ നൽകുന്നുണ്ട്. അത് ഈ അമേരിക്കയെ അടങ്ങുന്ന സംവിധാനങ്ങൾ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. സുരക്ഷാ സംവിധാനം ഒരുക്കുന്ന കാര്യത്തിൽ 100% അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു. അമേരിക്ക അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അവർ പറഞ്ഞത് ചെങ്കടൽ തങ്ങളുടെ സുരക്ഷിത മേഖലയാക്കും. ലോകത്തുള്ള ഏത് രാജ്യത്തിനും ചെങ്കടലിലൂടെ യാത്ര ചെയ്യാം, അതിന് ഹൂത്തികളുടെയോ യമന്റെയോ അനുവാദം ആവശ്യമില്ല, തങ്ങൾ അവർക്ക് സുരക്ഷ ഒരുക്കും എന്ന തരത്തിലാണ്. ഇതിനു വേണ്ടി കാര്യം സഹകരിക്കണമെന്ന് ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന പല രാജ്യങ്ങളോട്, സൗദി അറേബ്യയോട്, ഈജിപ്തിനോട്, UAE, ബഹ്റൈനോടൊക്കെ ആവശ്യപ്പെട്ടതാണ്. അവരാരും അതിനോട്ട് അനുവാദം മൂളിയിട്ടുമില്ല. യുദ്ധമുഖത്ത് നിന്ന് ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു യുദ്ധം വ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നതിനാൽ തങ്ങൾക്ക് സഹകരിക്കാൻ പറ്റില്ലെന്നാണ് ആദ്യത്തെ മറുപടി പറഞ്ഞ സൗദി അറേബ്യയാണ്.
എന്നാൽ സൗദി അറേബ്യ ഇവരെയൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു രൂപം കിട്ടിയിട്ടില്ല. അതോടനുബന്ധിച്ചാണ് യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് സുരക്ഷാ കവചങ്ങൾ ഒരുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിൽ. എന്നാൽ അവരൊരുക്കിയിരിക്കുന്ന എല്ലാ സുരക്ഷയ്ക്ക് നേരെയും ഹൂത്തികൾ ആക്രമണം നടത്തുകയും വലിയ സ്ഫോടനങ്ങൾ നടത്തുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, ചെങ്കടലിൽ സുരക്ഷ ഒരുക്കാൻ വേണ്ടി വന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലിന് നേരെയും യഥാർത്ഥത്തിൽ ഹൂത്തികൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ സുരക്ഷ ഒരുക്കുന്നു എന്ന് മാത്രമല്ല, സുരക്ഷാ സംവിധാനം ഒരുക്കാൻ വേണ്ടി എത്തപ്പെട്ട ആയുധ സംവിധാനങ്ങളുള്ള കപ്പലിന് നേരെയും ആക്രമണം നടത്തിയിരിക്കുന്നു എന്നും അതോടനുബന്ധിച്ച് ഇപ്പോൾ സൗദി അറേബ്യ അടങ്ങുന്ന രാജ്യങ്ങളിലേക്ക് വരുന്ന കപ്പൽ തങ്ങളുടെ ഇല്ലാതെയാണ് ഈ വഴിയിലൂടെ പോകുന്നതെങ്കിൽ ആക്രമിക്കും എന്നതിനൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ദമാമിലേക്ക് പോയിരിക്കുന്ന കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. ഈ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്ക 100% പരാജയത്തിലാണ്. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ, ഗസയുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ എത്രത്തോളം പരാജയമാണോ അത്രത്തോളം തന്നെ, അല്ലെങ്കിൽ അതിനപ്പുറമായ രീതിയിൽ പരാജയമാണ് ഹൂത്തികളുമായുള്ള അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കൻ സൈന്യത്തിന് സാധിക്കാത്തത് എന്നുകൂടി നമുക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.